ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ നമുക്ക് ഒരു നോട്ട് പാഡ് സ്റ്റാൻഡാണ്. അതായത് നമ്മൾക്ക് ഇതേപോലെ വെക്കാൻ പറ്റുന്ന ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിലോ അതല്ലെങ്കിൽ ഇതിപ്പോൾ സ്റ്റഡി ടേബിളിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ അമ്മമാർക്ക് ഫ്രിഡ്ജിമേലൊക്കെ ആയാലും ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഒരു മാഗ്നറ്റിക് ടൈപ്പ് ഒരു നോട്ട് പാഡ്സ് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുകയാണ്. കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ്, എത്ര സൈസ് വേണം അതിൻ്റെ ആ ഒരു ബേസ് എന്ന് വെച്ചാൽ ആ സൈസിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി കനം കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കാതിരിക്കുക, ഇത്തിരി കട്ടിയുള്ളത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബുക്കൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കർ ടൈപ്പ് റാപ്പിംഗ്, അതാണ് എടുക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കളർ ചെയ്ത് കൊടുത്താലും മതി. ഏതെങ്കിലും ടൈപ്പ് കളറുകൾ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ നമ്മളിതാ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ കോർണറുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇതിനെ മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിക്കുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് സൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം മടക്കുകളോ ചുളിവുകളോ ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എക്സസ് ആക്കി തന്നെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അപ്പോഴാണ് അപ്പുറത്തെ സൈഡിലോട്ട് നന്നായിട്ട് അത് മടങ്ങി ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കി കൊടുക്കുക. ഒട്ടും ചുളിവുകളില്ലാതെ ഇതേപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ഭംഗിയാക്കി കൊടുക്കണം. ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഞാൻ ഒരു ആ സെയിം പേപ്പർ തന്നെ എടുത്തിട്ട് അതും അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഓൾറെഡി സ്റ്റിക്കർ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ നമ്മളത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് ഉള്ളിലോട്ട് കടത്തി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. കറക്റ്റായിട്ടുള്ള സ്ക്വയറിൻ്റെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ കറക്റ്റ് സൈസല്ല, കുറച്ച് ഉള്ളിലോട്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് എക്സസ് ആയിരുന്നു, അപ്പോൾ ഞാനതങ്ങ് പറിച്ചെടുത്തിട്ട് ഒട്ടിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിന് കുറച്ചും ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കണ്ടോ ക്ലിപ്പും അതുപോലെ തന്നെ പെന്ന് വയ്ക്കാനുള്ള ഒരു ഹോൾഡറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനായിട്ട് ഞാൻ ഈ ഒരു പേപ്പറൊക്കെ വയ്ക്കുന്ന ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ക്ലോത്തിൽ മേലൊക്കെ വയ്ക്കുന്ന ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പർ ക്ലിപ്പാണ്. കുറച്ചുകൂടെ ഭംഗിയാവുമല്ലോ ഈ പേപ്പർ ക്ലിപ്പ് ആകുമ്പോൾ, കാണാനായിട്ടൊരു ക്യൂട്ട്നെസ് ഉണ്ടാവും, ചെറുതുമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ക്ലോത്തുമ്മ വെക്കുന്നത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ക്യാപ്പ് എടുത്തിട്ട് ആ ക്യാപ്പ് അവിടെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്, എന്നാലാണ് കറക്റ്റായിട്ട് പെൻ അത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാർഡ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മൾ പേപ്പർ ക്ലിപ്പ് ചെയ്ത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പെന്നിൻ്റെ ഒരു ഹോൾഡർ പോലെ നമുക്ക് വേണം അത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെന്നും ഇതേപോലെ വെച്ച് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ആ കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അത് കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് ജസ്റ്റ് ആ പെന്നിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് സൈസായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാത്രം കേട്ടോ, അല്ലെങ്കിൽ പെന്നിങ്ങനെ വീണ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുകയാണ്, ആ പേപ്പർ ക്ലിപ്പ് കാണാതിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇതുപോലത്തെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ആ ഒരു മുകളിലത്തെ ഭാഗം കൂടെ ഭംഗിയാക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഈ ഒരു ക്യാപ്പുമ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ പോലെ ഒട്ടിച്ചിരുന്നു, പക്ഷെ അത് വിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലേസ് എടുത്തിട്ട് ആ ഒരു ലേസ് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കാണുന്ന വിധത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ലേസ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവറും ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസ്. ഹോൾഡർ ഇവിടെ ഉണങ്ങി കഴിയുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചതാണ് കേട്ടോ ഹോൾഡർ ഉണങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്പ് നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഹോൾഡർ ഉണങ്ങിയതിന് ശേഷം ഒട്ടിക്കാനാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഹോൾഡർ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാപ്പ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഗ്ലൂ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പെന്നിൻ്റെ ക്യാപ്പും ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒട്ടിയാലാണ്, ഹോൾഡർ ആദ്യം ഒട്ടിച്ചതിന് ശേഷം വേണേൽ പെന്നിൻ്റെ ക്യാപ്പ് ഒട്ടിക്കാനാണ് ആയിട്ട്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ഹോൾഡർ ഒട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് പിടിച്ചു കൊടുക്കേണ്ടി വന്നു, എന്ന് വെച്ചാൽ ഗ്ലൂ ആയതുകൊണ്ട്, ഈ ഒരു ഫെവിബോണ്ട് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്, പ്ലാസ്റ്റിക് അല്ലേ അതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന്
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ്. അപ്പോൾ പെന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് പെന്ന് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഒരു നോട്ട് പാഡാണ്, ഇതാ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നോട്ട് പാഡാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഗ്ലൂ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു നോട്ട് പാഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതാ നമ്മൾ ഈ ക്ലിപ്പിൽ ഈ കണ്ടോ, ഇതൊരു ഫിഷാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. മോന് സ്കൂളിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുള്ള, കടയിൽ നിന്ന് മേടിച്ചല്ല, മോൻ സ്കൂളിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മളിവിടെ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ബേസ് കുറച്ച് വലുതാക്കി ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ വെക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതാ വെക്കാം, അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒരു മാഗ്നറ്റ് പീസ് എടുക്കുക. മാഗ്നറ്റ് പീസ് എടുത്തിട്ട് നമ്മളിതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും, ഇത് എനിക്ക് കിട്ടിയത് എന്തോ ഒരു സ്ലേറ്റ് കേക്കില്ലേ, അതുമെന്നാണ് കേട്ടോ ഈ ഒരു മാഗ്നറ്റ് പീസ് കിട്ടിയത്. അതല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ മാഗ്നറ്റ് ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ മാഗ്നറ്റിൻ്റെ ഒരു പീസ് ഇല്ലാത്ത ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും ഇതുമല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആമസോണിൽ വളരെ നിസ്സാര വിലയുള്ള ഷീറ്റായിട്ട് മേടിക്കാനായിട്ട് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റ് ഷീറ്റ്, അത് മേടിച്ചാലും മതി. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു മാഗ്നറ്റിൻ്റെ പീസ് ഇതേപോലെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പെന്ന് ഇവിടെ വെക്കാം. പെന്ന് അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റൂലേ. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. പെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് എഴുതാം. അപ്പോൾ ഞാനിത് കിച്ചണിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കിച്ചണിൽ ഫ്രിഡ്ജിന്മേൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഓർമ്മ വരുമ്പോൾ എടുത്ത് എഴുതും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി സ്റ്റഡി ടേബിൾമേ വെക്കുന്നതാണ് മറ്റേ ആ ചെറുത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മോൻ കൊണ്ടുവച്ചു സ്റ്റഡി ടേബിൾമേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ എഴുതാണ്ടായപ്പോൾ എനിക്ക് തോന്നി അത് കിച്ചണിൽ വെക്കുന്നതാണ് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. നമുക്ക് കിച്ചണിൽ ഗ്രോസറി ഐറ്റംസ് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഇതുണ്ടല്ലോ, ലിസ്റ്റൊക്കെ എഴുതാൻ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിന്മേൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കീറിയെടുക്കാമല്ലോ, നമ്മുടെ സാധാരണ നോട്ട് പാഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമെന്ന് നമുക്കിങ്ങനെ കീറിയെടുത്ത് ഷോപ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കീറിക്കളയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാനിത് ഓൾറെഡി നോട്ട് പാഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ ആ ചെറിയ പീസ് അവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതല്ല നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോൻ്റെ കബോർഡ്മ കൊണ്ട് ഒട്ടിക്കാൻ നോക്കി, പക്ഷേ അത് ഒട്ടുന്നില്ല, അത് മാഗ്നറ്റ് ഒട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കബോർഡ്സുമേ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് വേണ്ടി വരും ഒട്ടിക്കാനായിട്ട് കേട്ടോ. അതായത് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടേപ്പ് യൂസ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അല്ലാതെ മാഗ്നറ്റ് സ്റ്റീൽ അങ്ങനെയുള്ള മാഗ്നറ്റ് ആയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പുമ്മിലാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീലും വുഡ് ആയതുകൊണ്ട് ഒട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഈ ഒരു പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വലിയ ഷീറ്റ് തന്നെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജസ് ഉണ്ടല്ലോ, ബാക്കി വന്ന നോട്ട്ബുക്കിൻ്റെ പേജസ് കീറിയിട്ടാണ് ഇതുമേ വെച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ സാധനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.